എടാ അത്രക്കൊന്നും മോനെ. പിന്നെ ഹായ് ഗൈസ്, പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആക്ച്വലി ഇന്നത്തെ വ്ളോഗിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇന്ന് നമ്മളെ കൂടെ ഒരു മണവാളുണ്ട്. നമ്മളെ കൂട്ടത്തിലെ ആദ്യത്തെ മണവാളൻ മുഹമ്മദ് ദിൽറാജ് PK. ചെക്കൻ അങ്ങനെ അല്ലേ ജയലെ? വർഷങ്ങളുടെ കാത്തിരിപ്പൊടുവിൽ ചെക്കനും ഒരു പെണ്ണ് കിട്ടി. അപ്പോ അതിന്റെ സന്തോഷത്തിൽ നമ്മൾ ഇന്ന് ഡ്രസ്സ് എടുക്കാൻ പോവാണ്. ആക്ച്വലി ഡ്രസ്സ് എടുക്കാൻ പോവല്ല, നമ്മൾ ഡ്രസ്സ് കൊടുത്ത അളവൊക്കെ കൊടുത്ത ഡ്രസ്സ് വാങ്ങാൻ വേണ്ടി പോവാണ്. അറിയില്ലോ, കല്യാണം കഴിക്കാൻ പോവാണല്ലോ ഈ. അപ്പൊ അന്റെ ഇപ്പത്തെ ഒരു മൈൻഡ് സെറ്റ് എങ്ങനെയാണ് പറയും? എന്ത് മൈൻഡ് സെറ്റ്? ഒരു മൈൻഡ് സെറ്റ് എന്നാലും കല്യാണം കഴിക്കാൻ പോകുമ്പോ ഈ എത്രത്തോളം ഹാപ്പിയാണ് ഇപ്പൊ? നല്ല ഹാപ്പിയാണ്. വരാൻ പോകുന്ന അന്റെ പാർട്ട്ണറിന്റെ പേരെന്താ? ഹസ്ന ദിൽറാജ്. ചെറുക്കിന് ഭയങ്കര റൊമാൻറ്റിക് ആണ്. ഇതിന് മുൻപ് എനിക്കൊരു പ്രണയം ഉണ്ടായിട്ടുണ്ടോ? എനിക്കോ? അപ്പൊ എന്റെ ജീവിതത്തിൽ ആദ്യത്തെ പ്രണയാണോ? ആദ്യത്തെ അവസാനം. മാഷാഅല്ലാ മാഷാഅല്ലാ. ഈ വരുന്ന 29-നാണ് കല്യാണം. ഓഗസ്റ്റ് 29-ന് വൈകിട്ട് 5 മണിക്കല്ലേ പരിപാടി കൊടുക്കണേ? വൈകിട്ട് 5 മണിക്ക് കശായപ്പാടിയുള്ള ആംബിയൻസ് ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ്. അപ്പൊ എല്ലാരും വരണം. ഈ വീഡിയോ നിങ്ങൾ ആരൊക്കെ കാണുന്നുണ്ടോ നിങ്ങൾ എല്ലാരും വരണം. നിങ്ങളെ കുടുംബക്കാരും നിങ്ങളെ ഫ്രണ്ട്സിനും എല്ലാരും കൂട്ടിയിട്ട് എല്ലാരും വന്ന് ജോയിൻ ചെയ്യാം. നമ്മളെല്ലാരും പരിപാടിയിൽ ഉണ്ടാവും. എനിക്ക് ഇതിനെ കുറിച്ച് പറയാനുള്ള എന്താ അറിയോ, ഇവന് കഴിഞ്ഞ പ്രാവശ്യം വന്നില്ലേ, കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് ഇവൻ തിരിച്ചു പോണ അന്ന് രാവിലെ, അന്ന് അസറിന് ശേഷം പോണത്. അപ്പൊ അന്ന് രാവിലെ ഇവൻ വീട്ടിലേക്ക് വന്ന ഇവ ഇങ്ങനെ ഇരിക്കുക കൊലയില്. അപ്പൊ അങ്ങനെ എന്നാ പറയാ, ഒരിക്കലല്ല സത്യം പറയണ. ഇന്റെ ഇൻസ്റ്റയില് ഞാൻ റീല് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവൻ കാര്യത്തിൽ ഇന്ന പറയാ. പക്ഷെ അന്ന് നോക്കിയിട്ടില്ലല്ലോ. അന്ന് നോക്കാൻ തുടങ്ങിയിട്ടില്ല. പക്ഷെ ഇവന്റെ മനസ്സിലൊരു പൂതിണ്ട് ഇനി നോക്കണമെന്നുണ്ടോ. പക്ഷെ ഫാമിലി നോക്കിയില്ല. അതില് ഇവൻക്ക് എന്താ പറയാ, ഇവൻ ഉദ്ദേശിച്ച് നടന്നില്ല. ഇപ്പൊ കഴിഞ്ഞ വരുത്തിന് പെണ്ണ് നോക്കണം, പെണ്ണ് സെറ്റ് ചെയ്ത് മുട്ട എടുത്ത് പോണെന്ന് വിചാരിച്ചതാ. അങ്ങനെ കഴിഞ്ഞ വരുത്തിനല്ല, അതിന്റെ മുന്നത്തെ വരുത്തിന്. കഴിഞ്ഞ വരുത്തിനല്ല എന്നെ മുട്ട എടുക്കൽ കഴിഞ്ഞേ. അതിന്റെ മുന്നത്തെ വരുത്തിന്. എന്നിട്ട് ഇവൻ രാവിലെ വരെ വന്നിട്ട് ഇവ ഇങ്ങനെ ആ ബെഞ്ചിമേ ഇരിക്കാനുണ്ടോ. എന്നിട്ട് എന്നോട് പറയാ, ആടോ ആകെ ബേഡായി എനിക്ക്. ഞാൻ പറയാ, എന്താ അതിലെ പെണ്ണൊന്നും ആരും നോക്കാനും കിട്ടിയിട്ടില്ല, എനിക്ക് പ്രായം കൂടിയാണ്, ഞാൻ ചെയ്യാ. ഭയങ്കര ടെൻഷനൊക്കെ ആയി. ഞാൻ പറയാ, റിലോ സീനാക്കണ്ട, എനിക്ക് വിധിച്ചൊരു പെണ്ണുണ്ടാവും, ഇത് ബേജാറാവല്ലേ. അങ്ങനെ അന്ന് പോയി പിന്നെ മെസ്സേജ് അയക്കുമ്പോഴൊക്കെ പറയൂ, അടുത്ത വരവിലെങ്കിലും എന്റെ പിന്നെ അടുത്ത വരവിന് വന്ന് പെണ്ണ് കണ്ട് ഇഷ്ടായി. എന്നിട്ട് പെണ്ണുള്ള കഴിഞ്ഞ പിന്നെ പറഞ്ഞോ, പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടോളെ, എനിക്ക് ഇഷ്ടായി കുട്ടീനെ. എന്റെ മോനെ രണ്ടാമത്തേതും അവസാനത്തേതും എങ്ങനെയാണ് അതെ ഇതിന്റെ ഒരു എന്റെ ഓള് അല്ലെങ്കിൽ എന്റെ ലൈഫ് പാർട്ട്ണർ എനിക്ക് ഫീൽ ചെയ്യാനുള്ള കാരണം എന്താ? എങ്ങനെ ആ ഡിസിഷനിലേക്ക് എങ്ങനെ എത്തി? വേറെ പോയിട്ടില്ല. കാരണം അതെ ഓൻ പറഞ്ഞ ഒന്നാമത്തെ എക്സ്പീരിയൻസ് ആണ്. നമ്മക്ക് ഇതിനെ കുറിച്ച് എക്സ്പീരിയൻസ് ഇല്ല. അപ്പൊ നമ്മള് ഇപ്പൊ അനക്കാണ് നമ്മളെ കൂട്ടത്തില് എക്സ്പീരിയൻസ് ഉള്ളത്. അപ്പൊ ഈ പറഞ്ഞോണ്ടാ, ഈ പറയാ അനക്ക് എങ്ങനെ മനസ്സിലായി ഇതാണ് എന്റെ ലൈഫ് പാർട്ട്ണർ? ചോദിച്ച പോലെ കണ്ടു കാണാൻ, പിന്നെ പെണ്ണാണെല്ലാരും പിന്നെ കാണാൻ പോലെ ഫസ്റ്റ് കണ്ടവൻ കൂടി നീ കണ്ടു. കണ്ടു. പക്ഷെ അവിടെ നമുക്ക് കണക്ഷൻ ഉണ്ടല്ലോ. അതാ ചോദിക്കണത്, അതെനിക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്തത്? ഫീൽ പറയാൻ പറ്റില്ല. റിലു ആകെ ടെൻഷനായി. മഴ പെയ്യണില്ല, പക്ഷെ വൈപ്പർ ഓണാക്കിയാണ്. റിലു ആകെ ടെൻഷനായി. റിലു ചോദിച്ചാൽ എനിക്ക് മനസ്സിലായില്ലേ? അത് അറിയണം, നമ്മൾ പറയാൻ കഴിയൂല. ഇങ്ങളൊക്കെ പോയി കാണുന്നിട്ട് അറിയില്ല. നമ്മൾ ഓൾറെഡി പറഞ്ഞേ, നമ്മളെ കൂട്ടത്തില് ഫസ്റ്റ് ആണ് ഒരുത്തന്റെ കല്യാണം വരുന്നത്. മുട്ടായെടുക്കല് കാര്യം കഴിഞ്ഞിക്കണ്, നിക്കാഹ് കഴിഞ്ഞിക്കണ്. പക്ഷെ നമ്മളെ ടീമിലെ ഫസ്റ്റ് കല്യാണമാണ് നടക്കാൻ പോണത് ബോയ്സില.
അല്ലെ? ഗേൾസിന്റെ പിന്നെ കുറെ ഓൾമോസ്റ്റ് എല്ലാവരും കഴിഞ്ഞിട്ടുണ്ട്. ബോയ്സിലെ ഫസ്റ്റ് സെക്കൻഡ് കല്യാണമാണ്. അപ്പൊ നമുക്ക് ഇവനോടെ ചോദിക്കാനുള്ളൂ. ഇവനാണെങ്കിൽ ഒന്നും പറയണില്ല. ഓനക്ക് തന്നെ അല്പം എനിക്ക് എങ്ങനെ പെണ്ണ് കിട്ടിയത്. അപ്പൊ ഓൻ എന്നെ പഠിച്ചത് ഞാൻ എന്താ ഇവരോട് പറയാ, ഇവരോട് പറഞ്ഞോണ്ടല്ലോ പറയാനൊന്നുമില്ല. നിങ്ങള് അനുഭവിച്ചറിയാൻ പറ്റും. അത് ഈ ഒരു സങ്കടത്തോടെ പറയട്ടെ, നിങ്ങളൊക്കെ അനുഭവിക്കണാ അങ്ങനെ പറയുന്നത്. അതിന്റെ ടോണിൽ എന്തോ ഒരു മാറ്റം ഉണ്ടല്ലോ. അതല്ല ഇജ്ജ് മുട്ട എടുത്ത് കഴിഞ്ഞിട്ട് ഇജ്ജ് ഇപ്പൊ എത്ര മാസത്തിന് 6 മാസത്തിന് ശേഷം വന്ന്? ഒരു കൊല്ലായില്ല സെപ്റ്റംബറിൽ. അപ്പൊ ഈ ഒരു കൊല്ലം ലൈക്ക് എനിക്ക് മിസ് ചെയ്തു മോളെ. അതൊക്കെ പറയുമ്പോ എന്തിനാണ് റൊമാൻറ്റിക് ആവണത്? പ്ലസ് ആണ് ഇവരൊക്കെ ചോക്കണേ എന്നെ. നാണം വരുന്നടാ. ഇതെന്താ ആലോചിക്കണേ? വണ്ടി ഓടിക്കട്ടെ കണ്ടില്ലേ? റിലു വേറെ ഏതോ ലോകത്തെത്തി. യെസ്, നമ്മൾ ഡ്രസ് എടുക്കാനെത്തി. ഫോൺ എനിക്ക് നിക്കണില്ല. ജി പുഴേന്ന് ഇറങ്ങിയ പോതില് ഫോണിലാട്ടോ. ഇത് വിളിച്ചോളിക്കല്. ഞാനെ വിളിക്കല്. ചെക്കന ഡ്രസ്സ് ഇവിടെ എത്തിക്കണം. പക്ഷെ നമ്മളിപ്പോ റിവീൽ ചെയ്യില്ല. ഡ്രസ്സ് ഇട്ടിട്ട് നമ്മൾ കാണിച്ചു തരുള്ളൂ. എന്താ സൈലോ അങ്ങനെ പോയി കളിക്കണേ? മോനെ ഏതാ ലുക്ക്. വാ, ഷോളൊക്കെ ഉണ്ട് കേട്ടോ. ഷോളൊക്കെ ഉണ്ട്. ഇന്നങ്ങനെ വടി പോലെ ഇന്ന് അനങ്ങി. മോനെ സൂപ്പർ ആയിട്ട്. പക്ഷെ ഷോൾ അങ്ങനെയല്ലല്ലോ ഇടുക. ഷോള് കൈ കാണണ്ടേ? അപ്പോഴാണ് അവന്റെ ഫിറ്റില് കിട്ടിയത്. അന്ന് എങ്ങനെയാ അറിയോ? അന്നിട്ടിട്ട് ഇവന്റെ സൈസിൽ ഇട്ടുണ്ട്. ഇപ്പൊ കറക്റ്റ് ഫിറ്റ്. ഇപ്പൊ എന്റെ കറക്റ്റ് ഷോൾഡർ ഫിറ്റ് ആണ്. വർക്കൊക്കെ ഉണ്ട് കേട്ടോ. നല്ല തിളക്കുള്ള സാധനമാണ്. ഇഷ്ടായോ? ഇത് പറയാതെ. ഷോളൊക്കെ ഉണ്ട്. ഷോളിനൊക്കെ വർക്ക് ഉണ്ട്. ഒരു തിളക്കാണ്. എന്ത് തോന്നുന്നു വെച്ചിട്ട് എന്ത് തോന്നുന്നു? രസമുണ്ടാ? അടിപൊളിയായിട്ടുണ്ട്. നമ്മള് മൈക്ക് എടുക്കാൻ മറന്നുകൊണ്ട് സൗണ്ടിൽ കുറച്ചൊരു ഇതുണ്ടാവും. പക്ഷെ എങ്കിൽ പോലും അതൊക്കെ കാണുക. പോസ് ചെയ്. എങ്ങനെ പോസ് ചെയ്യാ? ആരെ? നമ്മൾ പറഞ്ഞ ഖലീഫ് ഗ്രൂപ്പ് സ്റ്റുഡിയോ. ഒന്ന് രണ്ട് പ്രാവശ്യം പോസ് ചെയ്താൽ നോക്കട്ടെ എങ്ങനെയാന്ന്. ഓൾ അപ്പുറത്തുണ്ട് അടിച്ചിട്ട് അങ്ങോട്ട് നോക്ക്. അടാ പറഞ്ഞ പൊത്തി നോക്കിയാ. ഞാൻ വ്ലോഗ് എടുക്കണേ. ഇനി ജി സ്റ്റേജിൽ നിന്ന് ഇങ്ങനെ ഓളെങ്ങനെ ഇങ്ങനെ എടാ അത്രക്കൊന്നും ഇതിന് മുട്ടുത്തിരിക്കണേ. അങ്ങനെയല്ലടാ, നമ്മളിങ്ങനെ സ്റ്റേജിൽ കയറുമ്പോ ഇങ്ങനെ കൈ കൊടുക്കൂല്ലേ? അങ്ങനെ കൊടുക്ക്. എടാ എന്റെ മോനെ. പിന്നെ മറ്റേത് കറക്കണത്. ഇജ്ജെന്തിനാ കറക്കണേ? അന്റെ ഷോള് എനിക്ക് ഇവിടാണ് ഷോള് പിന്നെ ഉണ്ട് അല്ലേ? ഇതുവരെ ഷൂ ഒക്കെ ഇടുമ്പോ നോക്കുവാൻ അനങ്ങണില്ല. ഭയങ്കര സ്റ്റഡിയിലാണ്. ഇത് മടക്കി ഈ കളർ തന്നെ നോക്കാം. ഇത് രസമുണ്ട് ഇതിന്. അല്ലെങ്കിൽ വൈറ്റ് നോക്കേണ്ടി വരും. ഇതെനിക്ക് ലൂസാലോ ഷൂ അല്ലേ? ചിർക്കി അങ്ങനല്ലടാ. വെഡിങ്ങിന് നിൽക്കണ പോലെ നിന്ന് ചിർക്കി. അതൊന്നും യൂട്യൂബ് നോക്കിയില്ല. എങ്ങനെ പോസ്റ്റ് ചെയ്യണം? ഈ ഡ്രസ്സിലാണ് ഇപ്പൊ കൈ കൊടുക്കണ്ടി. എന്നിട്ട് ഇങ്ങനെ
2 എങ്ങനെ അല്ല ഈ ഡ്രസ്സിലല്ലേ ഫോട്ടോഷൂട്ട് ഉണ്ടാവുക അല്ലേ? ഈ ഡ്രസ്സിൽ ഫോട്ടോഷൂട്ട് കുറച്ച് പോസുകൾ വേണം. ഇപ്പോൾ എൻ്റെ അടുത്ത് ഉണ്ട് വിചാരിക്കും. അപ്പൊ ഒരു പോസ് ഇട്. ഈ ബോൾ പറഞ്ഞു റൊമാൻറ്റിക് ആയിട്ട് ഓളം നോക്ക്. റൊമാൻറ്റിക് ആയിട്ട് നോക്കിയാ ഇതാണ് റൊമാൻറ്റിക്. അപ്പോൾ ഗൈസ് നമ്മളെ ഡ്രസ്സ് സെറ്റ് ആയിട്ടുണ്ട് മണവാളന്റെ. ഇതാണ് നിക്കായിനുള്ള ഷർവാണി. റിസപ്ഷനിൽ നമ്മൾ വേറെ സെറ്റ് ചെയ്യുന്നുണ്ട്. അത് റിവീൽ ചെയ്തില്ല, നമ്മൾ റിവീൽ ചെയ്തിട്ടില്ല, അത് നമ്മൾ വേറെ കാണിച്ചു. അപ്പൊ ഇതെന്തായാലും ചെക്കൻ ഇഷ്ടപ്പെട്ട്, ചെക്കൻ ഓക്കെയാണ്. ഖലീഫ് സ്റ്റുഡിയോയിൽ ഓക്കെ അല്ലേ? റെഡി? മാല ഇട്ട് നോക്കിയാ ഒരു തൊപ്പിടാലോ. അറിയില്ല, തൊപ്പിട്ട നല്ല രസമുണ്ടോ അവനെ കാണാന്. ഇതിൽ തൊപ്പിട്ട് കഴിഞ്ഞാൽ ഉണ്ടല്ലോ ആവും. പിന്നെ അവിടുത്തെ എല്ലും ഒന്ന് ടോപ്പാക്കി വെക്കുക ചിലപ്പോൾ കാര്യത്തിലോ നല്ല രസമുണ്ട് തൊപ്പിട്ടാല്. ഇജ് അങ്ങനല്ല, ഈ ഇതിട്ടിട്ട് എൻ്റെ വാക്കിംഗ് ഒക്കെ എടുക്കാനുണ്ടാവും. ഇജ് ഇതൊന്നും പിടി. അല്ലടാ. ഓക്കെ ഓക്കെ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ എന്റെ പെണ്ണാണെങ്കിൽ നമ്മള് മാല മാല രസം കേട്ടോ. വൈറ്റ് പിന്നെ അതാ രസം. ആ കളറാണ് മാച്ച്. ഇജൊന്ന് തല വെച്ചു. എന്തെടുക്കുകയാണെങ്കിലും ഫോട്ടോ എടുക്കണം. കാരണം ഈ ഫോട്ടോക്കൊക്കെ അവിടെ ചോദിച്ചിട്ട് പെർമിഷൻ വാങ്ങണം. ഇഷ്ടം സ്നേഹമാണ്. നമുക്ക് ഇതിലേക്ക് ക്യാപ്പ് ശരിയല്ലോ. അല്ല തൊപ്പി വെച്ചോ നമുക്ക്. എന്താ പറയാ, ഇവനാകുമ്പോ ചിലപ്പോ മാച്ച് ഉണ്ട്. ഭയങ്കര ലുക്ക് അല്ലേ? ആ മാലത്ത് ഇങ്ങനത്തെ അല്ലേ ബാക്ക്? അതെങ്ങനെ ഉണ്ടാവും? ബാക്കിൽ ഇരുന്നിട്ടല്ലേ ഫോട്ടോ എടുക്കുക, മുന്നല്ലേ ഉള്ളിൽ കിട്ടാ പോറാവില്ലേ? ഈ കളറിന്റെ ഒരു തൊപ്പിയോട് വെച്ചാൽ ഇടോ അല്ലേ? ഇവനാകുമ്പോ തൊപ്പി രസമുണ്ടാവും. നാല് രസമുണ്ട്. വലിയത്. യെസ് യെസ് ഗായ്സ്, are you happy? അങ്ങനെ ചെക്കനിതാ വെഡിങ് ഡ്രസ്സുമായി ഖലീഫ് സ്റ്റുഡിയോയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇതിലൊന്നക്ക് ഒരു ഫോട്ടോ എടുക്കണം. അതില് ഡ്രസ് എടുത്ത് ഇനി എന്താ അറിയില്ലോ ഫുഡ്. അത് കഴിഞ്ഞിട്ട് പറയേ എവിടുന്ന് കുറച്ച് മിനുക്കപ്പണികൾ ഉണ്ട് നമുക്ക് ബാക്കി. ഇനി അടുത്ത അതിനാണ്. അങ്ങനെ നമ്മള് പർച്ചേസിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നമ്മള് ഡ്രസ്സ് എടുത്തു, ഫുഡ് കഴിച്ചു. പിന്നെ നമ്മള് ചെക്കനൊന്ന് ഗ്രൂമിങ് ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മള് വിളിച്ചു ചോദിച്ചപ്പോ അവിടെ കുറച്ച് ടൈം എടുക്കും. പിന്നെ അവനക്കാണെങ്കിൽ നാളെ മറ്റന്നാൾ വേറെ കുറച്ച് പരിപാടി ഉണ്ടായിട്ട് ഇന്ന് ചെയ്യുന്നില്ല. നമ്മള് ബാക്ക് ടു നാട്ടിലേക്ക് പോവാണ്. ചെക്കൻ ആകെ ക്ഷീണിച്ച് തളർന്നിങ്ങനെ ഉറങ്ങാണ്. ഇത്രയും നേരം ഉറങ്ങേന്. കണ്ണൊക്കെ കണ്ടിന് ഉറക്കില്ല. എത്ര ദിവസമായി ഉറങ്ങിയിട്ട് അല്ലേ? വന്ന സമയത്ത് ബോഡിയൊക്കെ സെറ്റ് ചെയ്യുന്ന പറഞ്ഞത്. അപ്പൊ അവനക്ക് ഭയങ്കര സങ്കടം. അവന്റെ ബൈസപ്സ് ചെസ്റ്റ് ഒക്കെ പോയാലോ.
പാവാണ് ചെക്കനെ. അവിടുന്ന് എത്ര മാസം അവിടെ ജിമ്മിനോട് ജിമ്മിനൊക്കെ പോയി ബോഡിയൊക്കെ ഒന്ന് സെറ്റ് ആക്കി വന്നപ്പോ ഇവിടുത്തെ ഒരു 6 ദിവസം അറിയണോ, 6 ദിവസം പാവാണ്. റെസ്റ്റ് ഇല്ല, രാവിലെ ഇറങ്ങാണ് അത് എന്ന് പറഞ്ഞിട്ടില്ലേ, പിന്നെ രാത്രിയാ കേറണത്, ഓട് തന്നെ. പക്ഷെ എന്തൊക്കെ പറയാ, ചെക്കൻ ചുള്ളനല്ലേ. ഓ അത് പറഞ്ഞപ്പോ ഒരു പൊരിവൊക്കെ ഇതുപോലെ ആ ഒരു ഇതിലാണ് ഇപ്പൊ പിടിച്ചു നിക്കണത്. അപ്പൊ ഇതാണ് റിലുവിന്റെ വിവാഹം നടക്കാൻ പോകുന്ന മണ്ഡപം. മോനെ ഇറങ്ങി നമുക്കൊന്ന് കണ്ടുവരാ. വാടാ ഇത്രയും നേരം അങ്ങനെ എന്തെങ്കിലും പറഞ്ഞോടത്. എന്ത് ടോപ്പാണ് ഈ. യെസ്, അറ്റ്ലാന്റ് കൺവെൻഷൻ സെന്റർ. ഇവിടെയാണ് ദിൽറാഷ് ചെക്കന്റെ പരിപാടി നടക്കാൻ പോകുന്നത്. അവിടെ വെച്ചാണ് പ്രോഗ്രാം. അറ്റ്ലാന്റ് കൺവെൻഷൻ സെന്റർ. റിലോ അന്റെ കല്യാണം ഇതിന്റെ അകത്ത് നിന്നാണ്. ഇവിടാണ് ശർവാണിട്ട് വരണം. പിന്നെ വണ്ടിയിൽ നമ്മള് വന്ന് ഇറങ്ങണ സോളിറ്റ മോനെ. ഉള്ളി കയറണമെങ്കിൽ ഇതൊക്കെ ഓപ്പണാ, അതിൻ്റെ ഉള്ളിൽ ആൾക്കാരൊക്കെ തോന്നുന്നുണ്ട്. നല്ല പാർക്ക്. എനിക്ക് ഇവിടെ എവിടെ വെച്ചിട്ടാ ഫോട്ടോഷൂട്ട് വേണ്ടി? ഫോട്ടോഷൂട്ട് എവിടെ വെച്ചിട്ടുണ്ട്? ചെടികൾ ഈ സെന്ററിലാണോ മൂലയിലുള്ളതാണോ? അവിടാണോ വേണ്ടി? അപ്പൊ അവിടെ വണ്ടി പാർക്ക് ചെയ്താലോ? ഇവിടെ ഒക്കെ വണ്ടി പാർക്ക് ചെയ്യില്ല, ഇത് പാർക്കിംഗ് അല്ലേ? വണ്ടി മാറ്റണം, ചെക്ക കഴിഞ്ഞിട്ട് മതി വണ്ടി. അപ്പൊ പെണ്ണ് വേണ്ട? പെണ്ണും വേണം. കാണിക്കണേ എന്നാ പോലെ നമ്മള്. യെസ് ഗൈസ്, അപ്പൊ ഇവിടെ വെച്ചിട്ടാണ് പരിപാടി. അപ്പൊ 29-ന് കാണാം. അപ്പൊ നമ്മള് വ്ളോഗ് അവസാനിപ്പിക്കാണ്. ഒരു ബൈ പറഞ്ഞ.